എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റൊമാൻസ്, ദാവീദ്, ഹണ്ട്, ഡൊമിനിക് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കിങ്സ്റ്റൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. GV പ്രകാശാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ഇപ്പോൾ ഇന്ന് C5-ൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കട്ടീസ് ഗ്യാങ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഏപ്രിൽ മാസം 18-ന് സിംപ്ലി സൗത്തിൽ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ. മുകേഷ്, ഉർവശി, ധ്യാനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് മോശം അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ആമസോൺ പ്രൈമിൽ സിനിമ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം സൈനാപ്ലൈ ആണ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഏപ്രിൽ മാസം 25-ന് സൈനാപ്ലൈയിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഗുഡ് ബാഡ് ഊംഗ്ലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. സിനിമ റിലീസായിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അജിത്ത്, തൃശ്ശിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഗുഡ് ബാഡ് ഊംഗ്ലി എന്ന സിനിമ ഒരു ആക്ഷൻ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ മെയ് മാസം 2nd വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 250 കോടിക്ക് അടുത്ത് സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരുന്നു എമ്പുരാൻ. മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ എമ്പുരാൻ സിനിമയുടെ OTT വാങ്ങുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ ലൂസിഫറിന്റെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ റിലീസായിട്ട് 45 ദിവസത്തിന് ശേഷമായിരിക്കും എമ്പുരാന്റെ OTT വരാൻ പോകുന്നത്. അതായത് മെയ് മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ലുക്മാൻ, നസ്ലിൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ബോക്സിംഗിന്റെ കഥയാണ് ആലപ്പുഴ ജിംഖാന പറഞ്ഞു പോകുന്നത്. സിനിമ ഇതിനോടകം തന്നെ നല്ല കളക്ഷൻ നേടിക്കഴിഞ്ഞു. ഖാലിദ് റഹ്മാനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ ആലപ്പുഴ ജിംഖാന OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ആമസോൺ പ്രൈം ആയിരിക്കും സിനിമയുടെ OTT വാങ്ങാൻ പോകുന്നത്. മെയ് മാസത്തിലായിരിക്കും ആലപ്പുഴ ജിംഖാനയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഡൊമിനിക് സ്വന്തമാക്കിയത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഗോകുൽ സുരേഷ്, മമ്മൂട്ടിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഡൊമിനിക്കിന്റെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ഏപ്രിൽ മാസം 25-നാണ്. അന്നായിരിക്കും ഡൊമിനിക് ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ബ്രൊമാൻസ് സ്വന്തമാക്കിയത്. ഇതൊരു കോമഡി മൂവിയാണ്. മാത്യു തോമസ്, അർജുൻ അശോകൻ, കലാപൻ ഷാജോൺ, മഹിമ തുടങ്ങി ഒരുപാട് പേര് ബ്രൊമാൻസിൽ അഭിനയിച്ചിട്ടുണ്ട്. ബ്രൊമാൻസിന്റെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ആമസോൺ പ്രൈം ബ്രൊമാൻസ് സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഏപ്രിൽ മാസം 25-ന് മുന്നേ ബ്രൊമാൻസ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ദാവീദ് സ്വന്തമാക്കിയത്. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ആന്റണി വർഗീസാണ് ദാവീദ് സിനിമയിലെ നായകൻ. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് C5 ആണ്. ദാവീദിൽ മികച്ച അഭിനയമാണ് ആന്റണി വർഗീസ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ദാവീദ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഏപ്രിൽ മാസം 18-നാണ്. C5-ലാണ് സിനിമയുടെ റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഭേദപ്പെട്ട അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ഹണ്ടിന് ലഭിച്ചത്. പക്ഷേ ആരാധകർ കാത്തിരിക്കുന്നത് OTTക്കാണ്. വിഷുവിന് ഹണ്ട് സിനിമ റിലീസാക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഹണ്ട് സിനിമ സർപ്രൈസ് ആയിട്ട് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഏപ്രിൽ മാസം 18-നായിരിക്കും ഹണ്ട് സിനിമയുടെ റിലീസ്. ഭാവനയാണ്
സിനിമയിലെ നായിക. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.